യൂറിക് ആസിഡ് മൂലം ബുദ്ധിമുട്ടുന്നവരാണോ നിങ്ങൾ? അതാ ഈ ഒരു ഒറ്റമൂലി ദിവസവും രാവിലെ വെറും വയറ്റിലൊന്ന് ശീലമാക്കി നോക്കൂ. ദിവസങ്ങൾക്കുള്ളിൽ നമ്മളെ യൂറിക് ആസിഡിൻ്റെ ലെവൽ നോർമലായി വരുന്നതായിട്ട് കാണാൻ പറ്റും. 5 പൈസ ചിലവില്ലാതെയാണ് നമ്മൾ ഈ ഒരു ഒറ്റമൂലി റെഡിയാക്കുന്നത്. നമ്മുടെയൊക്കെ തൊടിയിലുള്ള പപ്പായാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ മെയിനായിട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരുപാട് ചിലവൊന്നുമില്ല. നമ്മൾ അടുക്കളയിലുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ വെച്ചിട്ടാണ് ഈ ഒരു ഒറ്റമൂലി നമ്മൾ റെഡിയാക്കുന്നത്. തീർച്ചയായിട്ടും യൂറിക് ആസിഡ് ഉള്ളവരാണെങ്കിൽ നിങ്ങളിതൊന്ന് നോക്കട്ടോ. നമുക്കറിയാൻ പറ്റും യൂറിക് ആസിഡ് ഉള്ള ആൾക്കാർക്കാണ് ഈ കാൽമുട്ടിനും കൈമുട്ടിനും ഷോൾഡറിന് കൈവിരലിലെ ജോയിൻറ്റിലൊക്കെ വേദന മാറി മാറി വരിക, അതുപോലെ വീക്കം, ഭയങ്കര ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഗുളിക എടുത്ത് കഴിക്കും, വീണ്ടും ഗുളികയുടെ ആ ഒരു ഇത് കഴിഞ്ഞാൽ വീണ്ടും വരും അല്ലേ. എന്നാൽ ഇത് നിങ്ങൾ നിത്യജീവിതത്തിൽ ഓരോ ഗ്ലാസ്സൊക്കെ നമ്മൾ ശീലമാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ പൂർണ്ണമായിട്ടും നമുക്ക് 15 ദിവസത്തിനുള്ളിൽ ഞങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഇത് ഞാൻ കണ്ടെത്തിയതല്ല, ഡോക്ടർ പറഞ്ഞു തന്നതാണ് കേട്ടോ. ഡോക്ടർ പറഞ്ഞു തന്നതനുസരിച്ച് കഴിച്ചു നോക്കിയിട്ട് ബെസ്റ്റ് റിസൾട്ട് ഉള്ളതുകൊണ്ട് ഞാൻ മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യാമെന്ന് കരുതി. ഇന്ന് ഞാനിവിടെ ഒരു ഗ്ലാസ് ഡ്രിങ്കാണ് കേട്ടോ ചെയ്ത് കാണിക്കാനായിട്ട് പോണത്. അപ്പോൾ ഒരു പപ്പായുടെ ഒരു കാൽ ഭാഗം എടുത്തിട്ട് ഇതാ ഇതുപോലെ പുറമേയുള്ള ഈ ഒരു തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് നമുക്കിത് കനം കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ചിലർ ഈ ഒരു മരുന്ന് റെഡിയാക്കുന്നത് തൊലിയും കുരുവും ഒക്കെ എടുത്തിട്ടാണ് കേട്ടോ. അങ്ങനെ ചെയ്യുന്നവർക്ക് അങ്ങനെയും ചെയ്യാം, അപ്പോൾ കൂടുതൽ എഫക്റ്റ് കിട്ടും. പക്ഷേ ചിലർക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു പൊള്ളലും കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വെറുതെ റിസ്ക് എടുക്കണ്ട എന്നുള്ളവരാണ് ഇതുപോലെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞു കൊടുത്തിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ യൂറിക് ആസിഡിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് യൂറിക് ആസിഡ് നമ്മൾ രക്തത്തിലാണല്ലോ നോക്കുക. അപ്പോൾ ഈ രക്തത്തിൽ യൂറിക് ആസിഡിൻ്റെ ലെവൽ 7 നിന്നും 8 കടക്കുമ്പോഴാണ് ഫസ്റ്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് കാൽവേദനയാണ്. കാലിൻ്റെ താഴെ ഭാഗത്തായിട്ട് വേദന അങ്ങനെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ രക്തം ടെസ്റ്റ് ചെയ്യുമ്പോഴും അതിൽ യൂറിക് ആസിഡ് ഉണ്ട് എന്ന് പറഞ്ഞാലും പൊതുവേ നമ്മൾ അങ്ങോട്ട് മെയിൻ ചെയ്യാറില്ല അല്ലേ. ഒരു മെഡിസിൻ എന്തെങ്കിലും കഴിച്ചിട്ട് വീണ്ടും അങ്ങനെ നിൽക്കും. 8 നിന്നാണ് തുടങ്ങിയാൽ 8.1 8.2 അങ്ങനെയാണ് വരുന്നതോട് കൂടിയിട്ട് നമ്മളെ ശരീരത്തിൽ പിന്നെ നമുക്ക് ഉണ്ടാകുന്ന ക്ഷീണവും വേദനയൊന്നും സഹിക്കാൻ വയ്യാത്ത അവസ്ഥയിലാവും. സന്ധിവേദനയായിട്ടും അങ്ങനെയൊക്കെ ഓരോന്നായിട്ട് തുടങ്ങും. അത് നിങ്ങൾ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ നമ്മളത് തീരെ ശ്രദ്ധിക്കാതിരുന്നാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വലുതും ചെറുതായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. നമുക്ക് ഒന്നാമത് മെയിനായിട്ട് വേണ്ടത് നമ്മുടെ വ്യായാമം തന്നെയാണ്. പിന്നെ നമ്മുടെ ഭക്ഷണ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഒരുപാട് കൺട്രോൾ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് എന്ന ഈ ഒരു രോഗം, ഈ ഒരു ഭയങ്കര വേദനയാണല്ലോ, നമുക്ക് സഹിക്കാനായിട്ട് കഴിയില്ല. അപ്പോൾ ഈ ഒരു വേദന പിടിച്ച ഈ രോഗത്തിൽ നിന്ന് നമുക്ക് രക്ഷ നേടാനായിട്ട് പറ്റും. അതുപോലെ തന്നെ 25 കിലോ ഉള്ള ഒരാൾ 1 ലിറ്റർ വെള്ളം എന്ന കണക്കിലാണ് നമ്മൾ കുടിക്കേണ്ടത്. ധാരാളം വെള്ളം കുടിക്കുക, നല്ല വ്യായാമം ചെയ്യുക, ഒപ്പം ഭക്ഷണത്തിലൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുക. ഒപ്പം തന്നെ യൂറിക് ആസിഡുള്ള ആൾക്കാരും ചെയ്യേണ്ട പണി ചെറീസ്, അതുപോലെ തന്നെ പൈനാപ്പിൾ, നെല്ലിക്ക, കക്കരി, ക്യാരറ്റ്, ഓറഞ്ച്, മുസമ്പി എന്നിവയൊക്കെ നമുക്ക് കഴിക്കാം കേട്ടോ. അപ്പോൾ പച്ചക്കറികളൊക്കെ പച്ചയോട് കൂടിയിട്ട് തന്നെ ചവച്ച് കഴിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഇതിലോട്ട് നമ്മൾ പപ്പായ ഞാനിതാ കഴുകി ചെറുതായിട്ട് കഷ്ണങ്ങളായിട്ട് ഒരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏകദേശം 1.5 കപ്പ് വെള്ളമാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ പച്ചമല്ലി, അതായത് ഫ്രഷ് ആയിട്ടുള്ള മല്ലിയും, പിന്നെ നമ്മൾ 1/2 ടീസ്പൂണോളം അയമോദകം. ഇനിയിപ്പോൾ ഒരു 3/4 ടീസ്പൂൺ അയമോദകം ആയാലും കുഴപ്പമൊന്നുമില്ല, അത് ബെറ്ററാണ്. അപ്പോൾ അങ്ങനെ തന്നെ ഉണ്ടാക്കാനായിട്ട് നോക്കുക. 1.25 കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ഒരു 1.25 കപ്പ് വെള്ളം ഏകദേശം ഒരു ഗ്ലാസ് ആവുന്നത് വരെ ഇത് നമുക്ക് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുന്ന സമയത്ത് ഒരിക്കലും നിങ്ങൾ തുറന്ന് വെച്ച് വേവിച്ചെടുക്കരുത്, അടച്ച് വെച്ചിട്ട് തന്നെ വേവിച്ചെടുക്കണം. ഈ ഒരു പപ്പായൊക്കെ വെന്ത് ഇതിലുള്ളൊരു സത്തൊക്കെ ഈ ഒരു വെള്ളത്തിലോട്ട് നന്നായിട്ട് തന്നെ ഇറങ്ങി വരണം. നമുക്കെല്ലാവർക്കും അറിയാം അയമോദകം എന്ന് പറയുന്നതൊക്കെ നല്ലൊരു മെഡിസിൻ തന്നെയാണ്. നമ്മളെ അതുപോലെ തന്നെ ഗ്യാസ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആൾക്കാർക്കും ദഹന സംബന്ധമായിട്ടുള്ളൊക്കെ പ്രശ്നമുള്ള ആൾക്കാർക്കൊക്കെ അയമോദകം ഇതുപോലെ ഡ്രിങ്കായിട്ട് കുടിക്കുന്നതൊക്കെ വളരെ നല്ലതാണ്. രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഒക്കെ ഉത്തമമാണ് കേട്ടോ. അങ്ങനെ പപ്പായൊക്കെ നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരാനായിട്ട് തുടങ്ങുന്നേ ഉള്ളൂ. നന്നായിട്ട് വേവട്ടെ. നമ്മളിങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു പോകണം. ആ രൂപമാവണ വരെ തന്നെ നമ്മൾ വേവിച്ചെടുക്കണം. ആകെ ഒരു 3 ചേര് വെച്ചിട്ടാണ് ഈ ഒരു ഒറ്റമൂലി നമ്മൾ റെഡിയാക്കുന്നത് കേട്ടോ. അപ്പോൾ അത്രയും എഫക്റ്റ് ആയിട്ടുള്ളതാണ്. നിങ്ങളിത് ഡെയിലി വെറും വയറ്റിലാണ് കഴിക്കേണ്ടത്. വെറും വയറ്റിൽ ഭക്ഷണത്തിൻ്റെ മുന്നേ നമുക്ക് വെറും വയറ്റിൽ ഇതൊരു ഗ്ലാസ് കഴിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നമ്മളെ ബ്ലഡൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അറിയാനായിട്ട് പറ്റും. നമുക്ക് മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരും, കാരണം നല്ലതായിട്ട് മാറ്റം വന്നിട്ടുണ്ടാവും കേട്ടോ.
ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം, റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഇത് മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുന്നത്. കണ്ടല്ലോ, നമ്മൾ പപ്പായൊക്കെ നന്നായിട്ട് വേവട്ടെ, വെന്ത് വന്നിട്ട് അതിൻ്റെ ആ ഒരു സത്തൊക്കെ ഈ വെള്ളത്തിലോട്ട് നന്നായിട്ട് ഇറങ്ങണം കേട്ടോ. നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം. നമ്മുടെ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അങ്ങനെ തന്നെ നമ്മൾ ഏകദേശം ഒരു 1.25 കപ്പ് വെള്ളത്തിലാണ് ഇത് വേവിച്ചെടുത്തത്. ഏകദേശം നമുക്കൊരു കപ്പോളം ആയി വരുന്ന സമയത്ത് നമുക്കിതാ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. പപ്പായൊക്കെ നന്നായിട്ട് വെന്ത് ആ ഒരു വെള്ളത്തിൻ്റെ കളറൊക്കെ നന്നായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇതിപ്പോൾ ഈ നമ്മൾ ചേർത്തിട്ടുള്ള ഈ ഒരു 3 സാധനങ്ങൾക്കും യാതൊരു പാർശ്വഫലങ്ങളും ഇല്ല. എന്നാൽ ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യമാണ് കേട്ടോ. ഇത് ഈ 3 കാര്യങ്ങളും. അപ്പോൾ എന്ത് ചെയ്യുക, യാതൊരു പൈസയൊന്നും കൊടുക്കണ്ട. നമ്മൾ അയമോദകത്തിന് വലിയൊരു വിലയൊന്നുമില്ല, വെറും 20 രൂപയേ ഉള്ളൂ കേട്ടോ ഒരു പാക്കറ്റിന്. പിന്നെ ഇപ്പോൾ പപ്പായൊക്കെ നമ്മുടെ തൊടിയിൽ ഇഷ്ടം പോലെ ഉണ്ടാവും, മല്ലി ഉണ്ടാവും. മല്ലി തൊടിയിലില്ലെങ്കിലും നമ്മൾ വീട്ടിലുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് മൂലം ബുദ്ധിമുട്ടുന്നവരാണെങ്കിൽ ഇതുപോലൊരു ഡ്രിങ്ക് വെറും വയറ്റിലൊന്ന് കുടിച്ച് നോക്കുക. അപ്പോൾ നമ്മളൊരു അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു പപ്പായൻ്റെ ചണ്ടി ഇനി നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇതിന്ന് പൂർണ്ണമായിട്ടും അതിൻ്റെ സത്തൊക്കെ ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പതുക്കെ അമർത്തി കൊടുക്കുക. പിന്നെ ഇത് ചണ്ടി ആയിട്ടുണ്ടല്ലോ, അത് നമുക്ക് മാറ്റാം. ഡെയിലി നമ്മൾ 2 നേരമാണ് നല്ല ഹൈ ആയിട്ട് യൂറിക് ആസിഡും വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ ദിവസം 2 നേരമാണ് കേട്ടോ ഇത് നമ്മൾ കഴിക്കേണ്ടത്. ഞാനൊരു പപ്പായ എടുത്ത് കഴിച്ച് നോക്കി, പപ്പായക്കൊരു രുചിയോ ഒന്നുമില്ല. കാരണം സത്ത് മുഴുവൻ കിടക്കുന്നത് ഈ ഒരു വെള്ളത്തിലാണ് കേട്ടോ. ഈ ഒരു വെള്ളത്തിൻ്റെ കളർ കണ്ടല്ലോ. പിന്നെ ഇത് കുടിക്കാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല, യാതൊരു ചമർപ്പോ പിന്നെ അരുചിയോ ഒന്നുമില്ല കേട്ടോ. നമ്മൾ ഈ അയമോദകം ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അയമോദകത്തിൻ്റെ ഒരു സ്മെല്ലുണ്ടാകും. പക്ഷേ ഈ ഒരു വെള്ളത്തിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്കിത് കുടിക്കാനായിട്ട് പറ്റും. 100% എന്ത് രോഗമാണെങ്കിലും എന്ത് മരുന്ന് കഴിക്കുകയാണെങ്കിലും നമുക്ക് വിശ്വാസം വേണം. വിശ്വാസത്തോടു കൂടി ചെയ്യുമ്പോൾ മാത്രമേ അത് നമ്മുടെ ശരീരത്തിന് ഫലിക്കുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും യൂറിക് ആസിഡ് മൂലം ബുദ്ധിമുട്ടുന്നവരും ശരീരത്തിൽ നീർക്കെട്ടൊക്കെ ഉള്ള ആൾക്കാർ ഇതുപോലെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ബ്ലഡ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല ബെസ്റ്റ് റിസൾട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. എല്ലാവരും ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാനും ആരും മറക്കല്ലേ. അതുപോലെ തന്നെ നമ്മളെ വെയിറ്റ് നമ്മൾ നന്നായിട്ട് കൺട്രോൾ ചെയ്യണം. പിന്നെ റെഡ് മീറ്റ്, മട്ടൻ അതുപോലെ തന്നെ പൂർണ്ണമായിട്ട് ഒഴിവാക്കുകയായിരിക്കും ഒന്നുകൂടി നല്ലത്. കക്ക, ഞണ്ട് പോലുള്ള കടൽ മത്സ്യങ്ങളൊക്കെ ഒഴിവാക്കട്ടോ. അതിലൊക്കെ യൂറിക് ആസിഡ് കൂടാനുള്ള അംശം കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ പ്രോട്ടീൻ്റെ അളവ് കൂടാതെ നോക്കണം. പിന്നെ പയർ പുഴുങ്ങിയിട്ടുള്ള അങ്ങനെയുള്ള ഒക്കെ മുട്ട, അതിലൊക്കെ ഒരുപാട് പ്രോട്ടീൻ ഇതൊക്കെ ഉണ്ട്. പ്രോട്ടീൻ നന്നായിട്ട് കൂടുമ്പോൾ നമുക്ക് ഈ ഒരു യൂറിക് ആസിഡിൻ്റെ വേദനയും കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് വരുന്നത് കണ്ടിട്ടുണ്ട്. പൊതുവേ ആദ്യമൊക്കെ പുരുഷന്മാരിലായിരുന്നു യൂറിക് ആസിഡ് കൂടി വരുന്നെങ്കിൽ ഇപ്പോൾ സ്ത്രീകളിലും കണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ രക്തത്തിൽ ഉയർന്ന തോതിൽ യൂറിക് ആസിഡുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ഇതുപോലെ ഒരു ഒറ്റമൂലിയൊക്കെ ഒന്ന് റെഡിയാക്കി കഴിച്ചു നോക്കുക. തീർച്ചയായിട്ടും 100% എഫക്റ്റീവാണ്. അപ്പോൾ സന്ധിവേദനയും കാര്യങ്ങളൊന്നും വരാതെ ശ്രദ്ധിക്കാനായിട്ട് നോക്കുക. യൂറിക് ആസിഡ് അല്ലേ എന്ന് കരുതിയിട്ട് ചെവി കൊടുക്കാതെ നടക്കണ്ട. വലിയ വലിയ രോഗങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ ഇപ്പം തന്നെ ശ്രദ്ധിക്കണം. അപ്പോൾ നാളെ വരാം. എല്ലാവരോടും അസ്സലാമു അലൈക്കും.